എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പപ്പായ വെച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. പപ്പായ എന്ന് വെച്ചാൽ പച്ചയായിട്ടുള്ള പപ്പായ, റോ പപ്പായ. ഇത് വെച്ചിട്ട് നമുക്കൊരു എന്താ പറയുക, കട്ട്ലറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്ക്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് ഞാൻ ചേർക്കുന്നത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വരും. ഇവിടെ ഞാനൊരു പപ്പായ എടുത്തിട്ടുണ്ട്, പച്ചയാണിത്. ഇതിൽ നിന്നൊരു കഷ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ അതേ ഒരു സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില ഇത്ര എടുത്തിട്ടുണ്ട്. സവാള തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് വളരെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ നല്ലതാണ്. അടുത്തായിട്ട് ഇഞ്ചി പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം പച്ചമുളകും കറിവേപ്പിലയും മല്ലിയിലയൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. പച്ചമുളക് ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ. ഇത് എരിവുള്ള പച്ചമുളകാണ്. അതുപോലെ തന്നെ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ഒരല്പം കാശ്മീരി മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് പപ്പായയാണ് എടുക്കേണ്ടത്. പപ്പായ കണ്ടോ, ആദ്യം ഞാൻ എടുത്ത പപ്പായ കുറച്ച് പഴുത്ത് തുടങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല. ഒന്ന് മുറിച്ച് നോക്കിയപ്പം നമുക്ക് റോ ആയിട്ടുള്ളത് വേണ്ടേ, നല്ല പച്ചയായിട്ടുള്ളത് വേണ്ടേ. അപ്പോൾ അതെടുത്തില്ല. എന്നിട്ട് അത് മാറ്റി വെച്ചിട്ട് വേറൊരെണ്ണത്തിൽ നിന്ന് ഒരു പീസാണ് എടുത്തത്. ഇത് നല്ല പച്ചയാണ്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്റ് ചെയ്തെടുത്തത് നമ്മളൊരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റി. ഇനി നമുക്ക് കുറച്ചുപ്പ്, ഇതിനാവശ്യത്തിനുള്ള കുറച്ചുപ്പ്, ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി, പിന്നെ കറിവേപ്പില, മല്ലിയില ഒക്കെ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് അല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ. പിന്നെ മുളക് പൊടി, ഒരു കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ. പിന്നെ ഞാൻ ചേർക്കുന്നത് അല്പം ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ കഷ്ടി എടുത്തിട്ടുള്ളൂ. അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യണതാണ് നല്ലത്. എന്നിട്ട് ഇതിലേക്ക് കടലപ്പൊടി അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒരു 1/2 കപ്പ് കടലപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ആദ്യം ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കിയിട്ട് പിന്നെ ഞാൻ കൈ വെച്ചിട്ടാണ് നല്ലതുപോലെ തിരുമ്മി യോജിപ്പിച്ചത്. കണ്ടോ, ഇതൊന്ന് കുഴയ്ക്കണ പരുവത്തിലാക്കിയെടുക്കണം. ഇതിൽ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇതിനകത്ത് ഈ പപ്പായ നല്ലപോലെ വെള്ളമുള്ള ഒരു സാധനമാണ്. ഇനി ഇവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഓയിൽ, അതെന്താ നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഏതാണെന്ന് വെച്ചാൽ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അത് ഒഴിച്ചു കൊടുക്കണം. അത് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇത് ഓരോ
ബോൾസായിട്ട് എടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കണം. കൈ വെച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കുറച്ച് കഴിയുമ്പോൾ അടിവശം ഒന്ന് നല്ലതുപോലെ മൂത്ത് കഴിയുമ്പോൾ നമ്മളതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ തിരിച്ചു മറിച്ചു വിട്ട് നല്ലതുപോലെ ഒന്ന് ഒരു ബ്രൗൺ നിറമായി വരുമ്പോൾ ഇത് പാകമായിട്ടുണ്ടാവും, ഉള്ളൊക്കെ വെന്തിട്ടുണ്ടാവും. അപ്പം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മൾ ഫുള്ളും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തു. കുറച്ച് ക്വാണ്ടിറ്റിയേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചെറിയൊരു എരിവും ഉപ്പും ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ സോസൊന്നും എടുത്തില്ല, വെറുതെ തന്നെ കഴിക്കുക. സോസിൽ മുക്കിയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. ഒരു ചെറു ചൂടോടുകൂടി കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ ഉണ്ടാക്കിയ സ്നാക്ക് കണ്ടല്ലോ, നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പിയുമാണ്. പക്ഷെ ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കണം. നമുക്ക് വേണമെങ്കിൽ വല്ല സോസൊക്കെ ഉപയോഗിച്ചിട്ട് കഴിക്കാം. വേണമെങ്കിൽ ചട്നി ആയാലും കുഴപ്പമില്ല. ചട്നിയൊക്കെ പിന്നെ നമ്മൾ ഉണ്ടാക്കണ്ടേ, കുറച്ച് സമയം വേണം. അപ്പോൾ സോസ് ഉപയോഗിച്ച് കഴിക്കാം, നല്ലതാണ്, വളരെ ടേസ്റ്റിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതിനൊരു ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്നേക്കൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.